കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള നേതാക്കളുടെ വടംവലി തുടരുന്നതിനിടെ പാർട്ടി പ്രവർത്തകരും പരസ്യപ്പോരുമായി തെരുവിൽ. യു.ഡി.എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ പ്രയത്നിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ ഫ്ലെക്സുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു. കെ.പി.സി.സി ആസ്ഥാനത്തിന് മുന്നിൽ കെ.സിക്ക് വേണ്ടി കെ. സുധാകരൻ അനുകൂലികൾ കൂറ്റൻ ഫ്ലെക്സ് ഉയർത്തി. ആലപ്പുഴയിൽ കെ.സി. വിരുദ്ധ ഫ്ലെക്സ് കോൺഗ്രസ് പ്രവർത്തകർ കീറിയെറിഞ്ഞു. പത്ത് വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ച് സംസ്ഥാനത്ത് UDF നേടിയ ചരിത്ര വിജയത്തിന്റെ ശോഭ കെടുത്തുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള കോൺഗ്രസിലെ പിടിവലി. പാർട്ടിക്കുള്ളിൽ തർക്കം മുറുകുന്നതിനിടെ പരസ്യപ്പോരുമായി കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് തെരുവിലിറങ്ങി. വി.ഡി. സതീശന്റെ ജന്മനാടായ എറണാകുളം നെട്ടൂരിൽ സതീശൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം. വി.ഡി. സതീശന്റെ നിലപാടുകൾക്ക് മുന്നിലാണ് കേരള ജനത UDFന് അനുകൂലമായി ഒരു തരംഗമുണ്ടാക്കിയത്. അതിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം. കേരള സമൂഹം ഒന്നടങ്കം ഇത് ആഗ്രഹിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് മറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി, പഴയങ്ങാടി, കോഴിക്കോട് മുക്കം, തൃശൂർ കുന്നംകുളം എന്നിവിടങ്ങളിലും സതീശനെ അനുകൂലിച്ച് പ്രകടനം നടന്നു. നയിച്ചവനെ നയിക്കാൻ അനുവദിക്കില്ലെങ്കിൽ വീട് കയറി വോട്ട് ചോദിച്ച നമുക്കും ചിലത് ചെയ്യാനുണ്ടെന്നാണ് സതീശൻ അനുകൂലികളുടെ മുന്നറിയിപ്പ്. അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയുള്ള സാഹചര്യം ഹൈക്കമാൻഡ് ഉണ്ടാക്കണമെന്നാണ് നമ്മളെ അഭിപ്രായം. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളത് അടിത്തട്ടിലുള്ള സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് വീഡിയോയിലൂടെയും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഫലപ്രഖ്യാപനത്തിന് മുൻപേ ആരംഭിച്ച ഫ്ലെക്സ് യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് കെ.പി.സി.സി ഓഫീസിന് മുന്നിൽ കെ.സി. വേണുഗോപാലിനായി കെ. സുധാകരൻ അനുകൂലികൾ ഫ്ലെക്സ് സ്ഥാപിച്ചു. കെ. സുധാകരനും കെ.സിയും ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രത്തോടുകൂടിയാണ് ഫ്ലെക്സ്. ആലപ്പുഴ DCCക്ക് മുന്നിൽ കെ.സി. വേണുഗോപാലിനെതിരായി സ്ഥാപിച്ച ഫ്ലെക്സ് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. കെ.സിയെ MP ആക്കിയത് മുഖ്യമന്ത്രിയാക്കാനല്ലെന്നും ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നുമായിരുന്നു ഫ്ലെക്സിലെ ആവശ്യം. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് കൊച്ചി കളമശ്ശേരിയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് കീറിയ നിലയിൽ കണ്ടെത്തി. വി.ഡി. സതീശനെ അനുകൂലിച്ചും പലയിടത്തും പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടു. കെ. സുധാകരന്റെ നാടായ കണ്ണൂർ എടക്കാട് സതീശനായി യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നാണ് പോസ്റ്റർ. ഡൽഹിയിൽ കേരള ഹൌസിന് മുന്നിൽ കെ.സി. പക്ഷത്തിന്റെ ഫ്ലെക്സിന് ബദലായി സതീശൻ പക്ഷവും ഇന്ന് ഫ്ലെക്സ് ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.